Yeah. തുടങ്ങാം. It's not a true story, but also fictional. I had to drop out, but also can't fail. ഞാൻ ജീവിതത്തിൽ വളരെ പഞ്ചുലായുള്ള ഒരാളാണ്. കൃത്യനിഷ്ഠതയാണ് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട ഒരു ഗുണം. അതുകൊണ്ട് തന്നെ 11:30 രാവിലെ ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് എൻ്റെ പണികൾ തുടങ്ങും. പ്രൊജക്റ്റ് ക്രോണോസ് ഒരുപാട് പേര് പരാജയം രുചിച്ച ഒരു പരീക്ഷണമാണിത്. പലരും അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി പാഴാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കണാവണ പറഞ്ഞ് ഒളിച്ചോടാൻ എന്നെ കിട്ടത്തില്ല. അത് ടോണിക്കും അറിയാമെന്ന് എനിക്കറിയാം. അറിയാം സാർ. ഞാനൊരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടില്ല. ഈ 1000 തവണ തോറ്റിട്ടാണ് എഡിസൺ തന്നെ ബൾബ് കണ്ടുപിടിച്ചത്. അത് ശരിയാ. എന്ത് ശരിയാന്ന് അല്ല താൻ കണ്ടിട്ടുണ്ടോ? അത് പിന്നെ പറഞ്ഞ് താൻ കൂടുതൽ ഉണ്ടാക്കാൻ വരണ്ടേ ഈ എഡിസനെ കുറിച്ച് ഒക്കെ. ഇവരെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ പുരാണത്തിൽ തന്നെ അടിച്ച് മാറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് താൻ അതിലോട്ട് കൂടുതൽ കിടക്കണ്ട, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുകയും ചെയ്യല്ലേ. പക്ഷേ ഈ ക്രോണോസ് ഗ്രീക്ക് വാക്കല്ലേ? അതിന് അല്ല ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷണം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ശക്തമായ സെൽഫ് മോട്ടിവേഷൻ വേണം. ഈ സെൽഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അതൊന്നുമല്ല കേട്ടോ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഈ പരീക്ഷണങ്ങൾക്കിടയിൽ എനിക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചത് എൻ്റെ സർഗസിദ്ധമായും ശാസ്ത്രീയപരമായ അവലോകനം കൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ മറ്റു മിക്ക ശാസ്ത്രജ്ഞന്മാരും കണ്ടം വഴി ഓടുകയാണ് പതിവ്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ പിടിച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ, ഇതിൻ്റെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഒരു മിറക്കിളൊക്കെ സംഭവിച്ചേക്കാം.
ടൈം ട്രാവൽ, അതാണ് പ്രൊജക്റ്റ് ക്രോണോസ്. പിന്നെ ഈ ക്രോണോസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവൻ്റെ പേരാണ്. സമയത്തിൻ്റെ, അതായത് ടൈമിൻ്റെ ഗ്രീക്ക് ദേവൻ്റെ പേരാണ് ക്രോണോസ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ടൈം ട്രാവലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു പല സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻറ്റർസ്റ്റെല്ലാർ, അതുപോലെ ബാക്ക് ടു ദ ഫ്യൂച്ചർ, പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ സൂര്യയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, എന്താ 24. 24 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ടൈം ട്രാവൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു ടൈം ട്രാവലാണ്. സത്യം പറഞ്ഞ എൻ്റെ പൊന്നളിയ, ആദ്യം എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല എവിടെ എത്തിയെന്ന് കേട്ടോ. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് എനിക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി എവിടെ എത്തിയത്. അണ്ണാ, ഒരു മിനിറ്റ് അണ്ണാ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, അണ്ണൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഉദ്യമം എനിക്ക് മനസ്സിലായി. പക്ഷേ അണ്ണൻ അതൊരു സയൻറ്റിഫിക് അപ്രോച്ചിലാണോ കണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഞാനൊരു സയൻറ്റിസ്റ്റോടെയാണ്. ഏത് അണ്ണാ? അണ്ണാ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? നമുക്കൊരു മാക്സിമം പ്രൊജക്റ്റൈൽ മോഷൻ കിട്ടണമെങ്കിൽ ഒരു 45 ഡിഗ്രി ആംഗിളിലെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം. അണ്ണൻ ഈ പിടിച്ചിരിക്കുന്നത് 45 ഡിഗ്രി ആണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. നോ മെൻഷൻ പ്ലീസ്. അതിനൊരു നന്ദി പറച്ചിലിൻ്റെയോ കടപ്പാടിൻ്റെയോ ആവശ്യമില്ല. എനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്നു. അല്ലെങ്കിലും അങ്ങനെയല്ല വേണ്ട. നന്മമരം എന്നൊക്കെയാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ. ഇപ്പം കറക്റ്റാ കേട്ടാ. അണ നീ ഫോഴ്സൊക്കെ നോക്കിയിട്ടാണോ എറിയുന്നത്? അണ F=MA എന്നാ. അല്ല MA. M=, മാസ്, A= ആക്സിലറേഷൻ, M×A. മനസ്സിലായോ? അണൻ്റെ കോടാലിയുടെ വെയിറ്റ് എത്ര? ഒരു 10 കിലോ വരും. എറിഞ്ഞോ അപ്പോൾ? M=10, A ഒരു 100. അദ്ദേഹവുമായിട്ട് വളരെ ഹെൽത്തി ആയ ഡിസ്കഷൻ തന്നെയാണ് അവിടെ ഉണ്ടായത് കേട്ടോ. ഈസ് എ കൂൾ മാൻ. അദ്ദേഹത്തിന് മെയിൻലി ഉണ്ടായിരുന്ന ഡൗട്ട് ഈ ആംഗിളിൻ്റെയും പ്രൊജക്ഷൻ്റെയൊക്കെ ഡൗട്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥലക്കുറവൊക്കെ പരിഗണിച്ച് ഞാൻ അദ്ദേഹത്തിനൊരു ഉപദേശം കൊടുക്കുകയുണ്ടായി. എന്നെ ഞെട്ടിച്ചത് അതൊന്നുമല്ല. ഇത്രയധികം വിസ്ഡമുള്ള ഒരാൾ എന്നെപ്പോലെ താരതമ്യേന ഒരു പുതുമുഖത്തിൻ്റെ വാക്കുകൾ കൈക്കൊള്ളുക എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വലിയ മനസ്സ് തന്നെയാണ്. അങ്ങനെ കേരളം ഉണ്ടായി. ഈ മെഷീൻ അങ്ങനെ ചുമ്മാ വർക്കിയിട്ടും കാര്യമില്ലെന്നേ. ആദ്യം നടന്നത് ഒരു പ്രിലിമിനറി ഇമാൻസിഫിക്കേഷൻ മാത്രമാണ്. പക്ഷെ പ്രിഡോമിനൻ്റ്ലി എനിക്ക് വേണ്ടത് ഒരു നിശ്ചിത കാലഘട്ടത്തിലോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് But emancipation of the truth was not the issue here. The real question was whether you were able to slice through that time. That was the issue. Okay. അതായത് സമയം എൻ്റെ കൺട്രോളിലോട്ട് വരണം. എനിക്കൊരു നിശ്ചിത കാലത്തേക്ക് ഞാൻ നിശ്ചയിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റണം. അല്ലാണ്ട് വേറെ കാലഘട്ടത്തോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? അതായത് മോനെ, ഞാൻ എന്താ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്, നീ ശ്രദ്ധിച്ച് വെക്ക്. അതായത് ഇപ്പോൾ സമയം 7:30 വെച്ചോ. അതിൽ നിന്ന് ബാക്കിലോട്ട് ഒരു 15 മിനിറ്റ് പോകണമെന്ന് വെച്ചാൽ എങ്ങോട്ടാണ് എത്തേണ്ടത്? 7:15 എത്തേണ്ടത്. അല്ലാണ്ട് 10,000-10,000 വർഷം ബാക്കിലോട്ടല്ല പോകേണ്ടത്, അല്ലേ? അതെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പരശുരാമൻ സാറിനെയൊക്കെ കണ്ടത് വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങൾ തന്നെയാണ്. അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മഴയില്ലാത്ത പോക്കായിരുന്നടേ. പല സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി പല ആൾക്കാരെയൊക്കെ കണ്ടു.
പല സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചെന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല. വരട്ടെ. അല്ല, ആര് വരട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് സാർ? ഇത് JD ജംഗ്ഷൻ അല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാമെന്നുള്ളതാണ്. ആയിക്കോട്ടെ. സാമ്പാറിന് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. രണ്ടിടത്തും പറഞ്ഞു വരുന്നു. എനിക്ക് കൂടുതലായിരുന്നു. എടാ മോനെ, നീ എന്നെ നെഞ്ചത്തോട് കാണാം. വിനയിക്കാൻ മുട്ടി നിൽക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വില്ലൻ വേഷം കുറച്ച് കഴിവുള്ളതും ചെയ്യണം കേട്ടോ. ഇവനെ പോലുള്ള അവനൊക്കെ ഇയാളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പെർഫോമൻസ് എടുത്ത് നോക്കാം. ഇവനെ എന്ത് ചെയ്യാൻ തമിഴിലൊരു പയ്യൻ ഇറങ്ങിയിട്ടുണ്ടോ? അവൻ ഒറ്റയടിക്ക് സിഗരറ്റ് വലിക്കും. ഇതും പിടിക്കും. നേരിട്ടില്ലാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പല ഡീറ്റെയിൽസ് പുറകിൽ ഇത് ഭയങ്കര സ്റ്റൈലാണ്. ഒറ്റയടിക്ക് 2 സിഗരറ്റ് വരെ ഇടുന്നുണ്ട്. മരിക്കുന്ന ഒരു സെറ്റെടുക്കട്ടെ. നോക്കിക്കഥ ഇത്. ഞാൻ അവൻ സ്റ്റൈലല്ലേ പറഞ്ഞത്. നീ ഇന്നെങ്കിലും ആളെ കിട്ടില്ലെങ്കിൽ അപ്പൻ സാറിനെ വെറുതെ ചെയ്തില്ല കേട്ടോ. അത് ശരി. പക്ഷെ പഴംപൊരി ഒന്നുമില്ലല്ലോ. ഇനി എഴുതാൻ ടേബിൾ കാണാനിരിക്കാണ്. ടേബിൾ എടുക്കട്ടെ. അതല്ല പറഞ്ഞത്. ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടപ്പോഴൊന്നും എഴുത്തും വായന അറിയത്തില്ലാത്തതാണ്. ആ മതി മതി. വല്ലതും കയ്യിലുണ്ടോ ചെയ്യാൻ? എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാണിക്കാൻ ഞാൻ വന്നേക്കുന്നത്. ആ സിബി ഒരു കാര്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പ്രഷൻസ് ഒന്ന് ഇടാൻ പറഞ്ഞോടാ. എന്നാ പിന്നെ ആ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് ഇപ്പം പ്രോം ചെയ്യും കേട്ടോ. എക്സ്പ്രഷൻസ് തലയാട്ടിയെ പോലെ ചെയ്യണം കേട്ടോ. കരുണ, ഹാസ്യം, രൗദ്രം, ശൃംഗാരം. മതി കേട്ടോ, മതി. അതെ അതെ. എന്തേലും ഉണ്ട് വിളിക്കാം കേട്ടോ. ഞങ്ങൾ അറിയിക്കാം. അല്ലല്ല മതി 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 ഇല്ല, ഞങ്ങൾ അല്ലേ മതി. പോകോ. ശരി. സാർ, ഞാനൊരു ഡയലോഗ് പറഞ്ഞോട്ടെ? അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. സാറിന് ഇഷ്ടപ്പെടും. സാറിനെ ഇഷ്ടപ്പെടും. ഒന്ന് കണ്ടുപോക്കി. പിന്നെ പറയട്ടല്ലേ? ഓക്കെ. എന്റെ നകുലിനും എന്റെ ഗംഗയ്ക്കും വേണ്ടിയും ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദ കൺവെൻഷൻസ് ഓഫ് ദ കൺസർവേഷൻസ് ഓഫ് ദ സൈക്കോസിസ് ഓഫ് ദ സൈക്കോളജി. ഒരു സെലക്ട് ആയി. അപ്പൊ സെലക്ട് ആയി. സാറിന്റെ തന്നെ സിനിമയിലെ ഓ, അപ്പൊ നന്നായി സെലക്ട് ആയി. ഓ, ഇങ്ങോട്ടാണ്. ഞാൻ സെലക്ട് ചെയ്തല്ല അങ്ങോട്ടോ. അവന്റെ ആക്ടിങ് കൊള്ളത്തിലേക്ക് പോയി. അവന്റെ ഡയലോഗ് നന്നായിരുന്നു. എന്തുവാ സിബി പറയുന്നത്? ഇങ്ങനത്തെ ഡയലോഗ് ആരെങ്കിലും സിനിമയിൽ പോകും? അതും ശരിയാണ്. ഇനിയിപ്പോ ഈ ആക്ടറെ കിട്ടിയില്ല എന്തോ ചെയ്യും? ആച്ചിങ്ങ വിഷമിക്കാതെ അടുത്ത് വരുന്ന ഒരു അത്ഭുതമായിരിക്കും. നോക്കിക്കും. അങ്ങനെയാണെ കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ്. തിലകന്റെ ഡയലോഗ് കൂടെ അടിക്കാം. സോറി. പിന്നെ ആക്ച്വലി ഓഡീഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവർ എഴുതണം അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അത് എഴുതിക്കോ. പേന എഴുതിക്കോ. സാറേ, ഓട്ടോഗ്രാഫ് സോറി സിഗ്നേച്ചറൂടെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ണാ നിൽ. ആ മുഖത്തുണ്ട്. നാളെ വലിയൊരാളാകും. ഇത് എൻ്റെ വാക്ക്. അകത്ത് മൊത്തം നമ്മുടെ ടീമാ. വേണമെങ്കിൽ ഞാൻ ഒന്ന് സംസാരിക്കാം. ഏത്? പേടിക്കണ്ട, പോയിട്ട് വാ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്.
ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചതും നേരത്തെ വന്നതുമായ ഒരു കാര്യം. സാർ പാർസൽ. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചു കാണും, എന്തിനാണ് ഞാൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതെന്ന്. അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും അവളെ ഓർത്തിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങുന്നത്. അവൾക്ക് വേണ്ടിയാണിത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അവൻ. ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് അവനെ അറിയാം. അവൻ ലോകപ്രശസ്തമായ കനാസ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിലുള്ള സാമർഥ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവൻ അങ്ങനെ ഒരു നിലയിൽ തന്നെ എത്തുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കനാസയിൽ നിന്നൊരു കോള് വന്നു. ഇവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്നും ഇവൻ്റെ ഓർമ്മ അതിൽ നഷ്ടപ്പെട്ടെന്നുമായിരുന്നു എനിക്കതിലൂടെ അറിയാൻ കഴിഞ്ഞത്. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം അവനെപ്പോലെ ഒരു നല്ല മനസ്സിനുടമയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവനെ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്നും നാട്ടിലേക്ക് അവനെ തിരിച്ചയച്ചെന്നുമാണ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അവൻ. എനിക്കവനെ അങ്ങനെ കൈവിടാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അവനെ ഒരു മെമ്മറി റീഗെയിനിങ് സെൻറ്ററിൽ കൊണ്ടാക്കി. എനിക്കാകെ ഓർമ്മയുള്ളത് അവിടം തൊട്ടേ ഉള്ളൂ. അതിനു മുമ്പ് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഡോക്ടർ, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. എങ്ങനെയും ഒന്ന് ശരിയാക്കി തരണം. കണ്ടില്ലേ, ഈ ഇരിപ്പാ. അവിടെ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. ഷോക്കുകളും തടവറകളും പ്രതീക്ഷിച്ചെത്തിയ എന്നെ അവൾ സ്വീകരിച്ചത് സ്നേഹത്തിൻ്റെയും പരിലാളനകളുടെയും അകമ്പടിയോടെയാണ്. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. അവിടെ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓർമ്മയൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലെന്ന്. Those were the best days of my life. അവളെ ആരും ഒരു നോക്കുകൊണ്ടുപോലും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. ഒടുവിൽ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറയാൻ തീരുമാനിച്ചു. ആ തെരുവ് വെച്ചാണ് സേതുമാധവനെല്ലാം നഷ്ടമായത്. സേതുമാധവനോ? ആരായാലും എന്താ, താനാദ്യം കഥ കേൾക്ക്. ഓക്കെ. അന്നേ ദിവസം ഞാനത് പറയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ ഞാൻ എന്തേലും പറയുന്നതിന് മുമ്പ് അത് സംഭവിച്ചു.
സാറേ കരയാതെ. സോറി. അവൾ പോയി. എനിക്ക് അവൾ മാത്രമുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, അങ്കിൾ, ആൻറ്റി. ഈ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് നിങ്ങളോട് അസൂയ. എനിക്കാരാ ഉള്ളത്? ഐ ആം ആൻ ഓർഫൻ. സാറേ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. സാറേ പോട്ടെ. സോറി. ഐ എം എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കെ. എങ്ങനെ നോ പ്രോബ്ലം. അത് ഓർക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആ ദിവസത്തിലോട്ട് പോകണം. ആ സംഭവം നടന്നത് തടയണം. എന്നിട്ട് അവളെ എനിക്ക് എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇതിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ നിശ്ചയിക്കുന്ന സമയത്തോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ലാലേട്ടനെ കണ്ടപ്പോഴാണ് സിനിമയിൽ നിന്ന് എനിക്കിതിനുള്ള പരിഹാരം കിട്ടുമെന്ന് മനസ്സിലായത്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയത്തിലോട്ട് പോകാനുള്ള സെൻസറും തയ്യാറാക്കി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സെൻസർ. സാർ ഇതെങ്ങനെ ഒപ്പിച്ചു? ഇത് ഞാൻ ആ ബ്രോഡ്വേന്ന് വാങ്ങിച്ചതാ. ബ്രോഡ്വേ എന്ന് പറഞ്ഞപ്പോൾ എന്താ? അല്ല സാറ് ബ്രോഡ്വേ ശരിക്കും കേൾക്കുന്നില്ല. എന്താ പറയുക? സാറ് ബ്രോഡ്വേ ഒരിക്കലും ഞാൻ ബ്രോഡ്വേ എന്നൊന്നും പറഞ്ഞില്ല. ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിച്ചപ്പോഴാണ് എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ദിവസത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് തുടങ്ങി. ഒരുപാട് ദുഷ്ടശക്തികൾ എനിക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ആ പോയിന്റിൽ മനസ്സിലായി. ഇതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അമ്മാതിരി അടിയലടിച്ച് ജീവനുണ്ടേ ഭാഗ്യം. ആടെ തട്ടിപ്പോയിട്ടൊന്നുമില്ല, ചെറിയൊരു ബോധക്കേട്, അത്രയൊക്കെ ഉള്ളു. പണി അവൻ തനിച്ചേ ഉള്ളൂ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് അത് കണ്ടുപിടിക്കണം. ഇവിടെ ആര് വരാനാ? ഇവൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ ഇല്ലെങ്കിലോ, അതായത് പുറത്താണെങ്കിലോ? ചേ എന്ത് ഇല്ല, ഉറപ്പാണ്? എന്നെ പറ്റിയാണോ? പറ, എന്നെ പറ്റിയാ? പേഴ്സണലാ ചേട്ടാ. എന്ത് പേഴ്സണൽ? എന്താണത്? അതെടാ, നിന്നെ പറ്റി തന്നെയാണെന്ന് അറിയാം. അവൻ അപ്പോഴാണ് ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായത്. സാർ ഒന്നും തോന്നരുത്. സാറിന് എത്ര പേരെ കൊന്നു? അന്നത്തെ ദിവസം കഥ കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ പോരെ എത്ര പേര് കൊന്നു. भाईजान, टारगेट सिक्योर्ड और पेरीमीटर लॉक कर दिया. ठीक है, हो जाएगा भाईजान. സൈദ് അഹമ്മദിന്റെ ഗാങ്ങിയോട് നിനക്ക് മുട്ടിയേക്കാൻ പറ്റില്ല. നീ തൂറിപ്പോ. നീ എന്താ വിചാരിച്ചേ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നോ? പക്ഷെ നിന്റെ മെഷീനെയും ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറയടാ, എവിടെയാണ് മെഷീൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? നീ പറയത്തില്ലല്ലേ? നീ കട്ടിലുള്ള ബിസിനസ് ഒക്കെ തുടങ്ങിയ ഈ തടി എവിടെ കിട്ടി? ദാക്ഷായണി പ്ലൈവുഡ്സ് നാളെ കൊടുക്കാൻ വെച്ചേക്കുന്ന.
എടാ തടി നല്ല ലുലുമോളല്ലടാ. അല്ല അണ്ണാ, പാലാരോട്ടത്തിലുള്ള കടയിൽ ഇതിലും വിലക്കുറവാ. പക്ഷെ അവിടുത്തെ തടി പെട്ടെന്ന് ക്ലാവ് പിടിക്കുന്ന കേട്ടെ. പക്ഷെ അവിടെ ഒരു അടിപൊളി പെങ്കൊച്ചുണ്ട്. ഏതാടാ? ആ സ്റ്റോർ റൂമിലുള്ളതാണോ? അല്ലണ്ണ, റിസപ്ഷനിലെ. അല്ല, റിസപ്ഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊന്ന്. എന്താണത്? നിർത്തണം. എടാ നിർത്ത്. സത്യം പറ, എവിടെയാണ് മെഷീൻ? സത്യം പറഞ്ഞ വലിച്ചൊരു ഭിത്തിയിലേക്ക് ഇടും. ചേട്ടാ, ഞാൻ കഥകിൻ്റെ അങ്ങോട്ട് ഒഴിച്ച് ബാക്കി എവിടെ വേണ്ടല്ലോ കേട്ടോ. നാളെ കാലത്ത് കൊടുക്കാനുള്ളതാ. ഓഹോ, അങ്ങനാണോ? എന്നാ നിന്നെ അങ്ങോട്ട് തന്നെ ഇടടാ. അരമണിക്കൂറിന് മുമ്പിലെത്തിയ ഞാൻ അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയാവോ? എന്തിനാ സാർ? വാടാ. യവൻ വേണ്ട. ആബോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ തൈകൊണ്ടയാ. വെച്ചോ. പൊങ്ങിയല്ലോടാ. ഇനിയും പൊങ്ങിലടാ. ഞാൻ അവളെ രക്ഷിക്കാൻ പോകാൻ തീരുമാനിച്ചു.
നമ്മൾ എത്ര വേഷം കെട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് ഇട്ടുന്ന വേഷം മാത്രമേ നമുക്ക് ഇടാൻ പറ്റൂ. അതങ്ങ് അങ്ങനെയാ. ഫ്രഷ് എന്തോന്ന്? അല്ല അതിപ്പോ ഇത് ഞാൻ ഡിസൈൻ ചെയ്ത എൻ്റെ ടൈം ട്രാവൽ മെഷീനാണ്. ഓക്കെ. നീ കണ്ട ഇംഗ്ലീഷ് സിനിമയൊക്കെ നിന്റെ വീട്ടിലിരിക്കട്ടെ, അതൊന്നും ഇവിടെ നടക്കില്ല. ശരി. ആ. അപ്പൊ തേങ്ങ മീനാണോ ചേച്ചി ശരിക്കും ചത്തേ? അതെ, അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ അപ്പൊ പ്രാന്തൻ? അതൊരു പാവം ഭ്രാന്തൻ, ഇടയ്ക്കിടയ്ക്ക് അവളെ പേടിപ്പിക്കുന്ന നമ്മളൊരു ബഡ്ഡിയായിരുന്നു. അയ്യേ. എന്താടാ? അല്ല തേങ്ങ വീണ് പെണ്ണുങ്ങളെ കത്തുകൂടെ? ചാവാം. പിന്നെ? ചത്തോട്ടെ. അല്ല അപ്പൊ ചേച്ചി? ചേച്ചിക്ക് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇഷ്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അത് തിരിച്ചു പറഞ്ഞു. സോറി, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. പക്ഷെ വിഷമിക്കണ്ട, എന്നെക്കാളും നല്ലൊരാളെ കിട്ടും. ആരാണവൻ? താങ്ക് യു. വെൽക്കം. സർ അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ. പിന്നെ അവർക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അതങ്ങ് നടക്കട്ടെ. എനിക്കാകെ ഒന്നേ പറയാനുള്ളൂ, നന്നായി വരും. അപ്പൊ അതാണ് കഥ. സാറിന് കിട്ടിയില്ലല്ലേ? ടൈം ട്രാവലൊക്കെ ചെയ്ത് പോയത് വെറുതെ ആയില്ലേ? എന്നാടാ പോലെ ഭായിജൻ പറഞ്ഞാണ് പെരിമീറ്റർ ലോക്ക് ചെയ്യാൻ. ഞാൻ പെരിമീറ്റർ ലോക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അന്നത്തെ ദിവസം എത്ര തല്ല് കിട്ടി? അത് അന്നത്തെ ദിവസത്തെ കഥ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അറിഞ്ഞപ്പോഴേ എത്ര പേരുടെ അടി കിട്ടിയെന്ന്. അപ്പോ ആരാണീ ഭായിജാൻ? വരട്ടെ. സാർ എന്താ പെട്ടെന്ന് ബ്ലാക്ക് ഷർട്ട് ഇട്ടത്? നേരത്തെ വൈറ്റ് ഇല്ലായിരുന്നോ? ഈവിൾസ് സംഗമിക്കുന്ന ഈ വേളയിൽ ഈ വസ്ത്രമല്ലേ ഏറ്റവും അഭികാമ്യം. ലോക പ്രശസ്തമായ നാസയിലെ സയന്റിസ്റ്റുകളായിരുന്നു ഞാനും മറ്റേ വാളി. ടൈം ട്രാവൽ മെഷീൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദൗത്യം.
അതിൻ്റെ ടെക്നിക്കൽ ഡിസൈനും കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പതിയെ ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റും അവനിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാര്യം അവൻ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നെങ്കിലും ഞാനും ഇതിനകത്ത് നല്ല പണിയെടുത്തിട്ടുണ്ട്. അവന് സമയത്ത് വേണ്ട ഫുഡും തണ്ണിയൊക്കെ ഞാനാണ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. നല്ല മോട്ടിവേഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും പണിയെടുക്കുന്നതിന് മാത്രമേ ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ എന്നുള്ള ഈ വ്യവസ്ഥയാണ് മാറ്റേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് അവനെ അവിടുന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം. ആൾ ഭയങ്കര നീറ്റായതുകൊണ്ട് ഈ കൈക്കൂലിയിലും പെണ്ണ് കേസിലും ഒന്നും അവനെ പെടുത്താൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ബുദ്ധി കൂടാൻ വേണ്ടി ഒരു ലേഹ്യം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു വീട്ടുകാർ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ലേഹ്യം ഞാൻ വെള്ളത്തിൽ കലക്കി അവന് കൊടുത്തു. അതോടെ അവൻ്റെ ഓർമ്മ അവൻ്റെ ഓർമ്മ പോയതുകൊണ്ട് ക്നാസക്കാരാനെ അവിടുന്ന് പുറത്താക്കി. മിഷൻ്റെ മൊത്തം ക്രെഡിറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ആ അലവലാതി അത് മര്യാദയ്ക്ക് ശരിയാക്കിയിട്ടില്ലായിരുന്നു. മിഷൻ കേടായി. ഇതിനി നന്നാക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ എനിക്ക് വന്നു. ഇത് ശരിയാക്കിയില്ലെങ്കിൽ എൻ്റെ പണി പോകുമെന്നുള്ള അവസ്ഥ വരെയായി. മനുഷ്യൻ്റെ ഓരോ അവസ്ഥയാണ്. അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ആവശ്യമായി. അതുകൊണ്ട് റോഡിൽ ഓർമ്മയില്ലാതെ കറങ്ങി നടന്ന അവനെ ഞാൻ പൊക്കിയെടുത്ത് മെമ്മറി റീഗെയിനിങ് സെൻറ്ററിൽ കൊണ്ടാക്കി. ഡോക്ടർ, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. എങ്ങനെയും ഒന്ന് ശരിയാക്കി തരണം. കണ്ടില്ലേ, ഈ ഇരിപ്പാ. ഓക്കെ, സ്കാനിങ്ങിനുള്ള ഫോം ഞാൻ ഇപ്പം എടുത്തു തരാം. അവൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ ഡോക്ടർ റൂജിനെ ഞാനങ്ങ് വളച്ചു. താങ്ക് യു. വെൽക്കം. പക്ഷേ അപ്പോൾ ആ ഡോക്ടർ വെച്ചൊരു കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ തകർന്നു പോയത് കേട്ടപ്പോൾ. അതായത് അവർ പറഞ്ഞു അവൻ്റെ ഓർമ്മ ഇനിയും തിരിച്ച് കിട്ടത്തേ ഇല്ലെന്ന്. പക്ഷേ അവൻ്റെ ആ സ്കിൽസ് അങ്ങനെ തന്നെ കാണും. എന്തെങ്കിലും ശക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ ആ സ്കിൽസ് ഉപയോഗിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവന് കിട്ടും. അപ്പോഴാണ് ആ ഡോക്ടർ കോച്ചിനെ കാണുമ്പോൾ അവനൊരു ചെറിയ ഇളക്കം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. താമസിയാതെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നും ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി. അവക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞ മോട്ടിവേഷൻ വേണ്ടുവോളം കിട്ടും. എന്തിനാ? ടൈം മെഷീൻ ഉണ്ടാക്കാൻ. എൻ്റെ മിടുക്കരായ അസിസ്റ്റൻസിൻ്റെ സഹായത്തോടെ അവളുടെ മരണം അവൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. അത് സ്വാഭാവിക മരണമാക്കാൻ എന്നാ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇത്രയും തിണ്ടിത്തരം ചെയ്ത് സാറിനെ അവൻ വെറുതെ എവിടുന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അവനെന്നൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവനെൻ്റെ കൂട്ടുകാരനല്ലേ. മാത്രമല്ല അവൻ വലിയ മനസ്സിനുടമയാണ്. അവൻ ഒരിക്കലും എന്നെ ഇത് ചെയ്തല്ലോ, ഒരിക്കലും ഇല്ല. എനിക്കൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം, അതുകൊണ്ടാണ്. സാറപ്പോൾ സാറിൻ്റെ ഫ്രണ്ടിന് മാപ്പ് കൊടുത്തോ? അതൊക്കെ ഞാൻ മാപ്പ് കൊടുത്തില്ലേ. മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആഫ്റ്റർ ഓൾ അവൻ എൻ്റെ പങ്കാളിയാണ് എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അവനെ കൊന്നിടലാമ വിടലാമ, കൊന്നിടലാമ വിടലാമ, കൊന്നിടലാമ. ഡോക്ടർ, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ആക്സിഡൻറ്റിൽ ഇവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഓ, എങ്ങനെയാലും ഒന്ന് ശരിയാക്കി തരണം. കണ്ടില്ലേ ഈ ഇരിപ്പ. ഓക്കെ, സ്കാനിങ്ങിനുള്ള ഫോം ഞാൻ ഇപ്പം എടുത്തു തരാം. ഓ, ഇതെപ്പടി